Okay, good morning all. Today we are going to discuss about network analysis. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ യുവർ ഓപ്പറേഷൻ റിസർച്ച്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മീൻസ് 20 മാർക്സ് കമ്പൾസറി എക്സ്പെക്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ 10 മാർക്സിൻ്റെയും എക്സ്പെക്റ്റ് ചെയ്യാം. എന്തായാലും ഒരു പ്രോബ്ലം മോസ്റ്റ്ലി ഉണ്ടാവും. ഒരു 80% ഇറ്റ്സ് കൺഫേം ആണ് നെറ്റ്വർക്ക് അനാലിസിസിൽ നിന്ന് ഒരു പ്രോബ്ലം ഉണ്ടാവും. സോ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക് ഫോർ പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, കൺട്രോളിംഗ്, മോണിറ്ററിംഗ് ഓർ കോർഡിനേറ്റിംഗ് ദ ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രോജക്ട്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് മെനി ആക്ടിവിറ്റീസ്. ഒരു നെറ്റ്വർക്ക് അനാലിസിസ് നിങ്ങൾക്കറിയാം. ഇപ്പം ലാൻ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് അനാലിസിസ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ലാബിൽ എല്ലാം തമ്മിൽ ഈക്വലി കണക്ട് ചെയ്തിരിക്കുന്ന ഇത് ഒരു നെറ്റ്വർക്കാണ്. ആ ഒരു ലാൻ, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ലാൻ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കാണ്. സോ അതെന്താ ചെയ്യുന്നത്? നമ്മുടെ ഇതനുസരിച്ച് പ്ലാൻ ചെയ്ത്, ഷെഡ്യൂൾ ചെയ്ത്, കൺട്രോൾ ചെയ്ത്, മോണിറ്റർ ചെയ്ത് എല്ലാ ടാസ്കിനെയും എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങളൊരു പ്രൊജക്റ്റ് എടുക്കുകയെന്ന് വെച്ചാൽ അതൊരു വലിയ പ്രൊജക്റ്റ്, ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 3 മന്ത്സിലേക്കുള്ള പ്രൊജക്റ്റാണ്. ഒരാൾ തന്നെ ഇരുന്ന് പണിതാൽ ഒരിക്കലും നടക്കില്ല. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് അനാലിസിസിലൂടെ ഇറ്റ്സ് കണക്റ്റിംഗ്. ഇപ്പം ഒരേ കാര്യം ചെയ്യുന്ന 5 പേര് 5 ഡിഫറെൻറ്റ് കമ്പ്യൂട്ടറിൽ ഇരുന്നവർക്ക് ചെയ്യാം. അപ്പോൾ ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾക്ക് അറിയാൻ പറ്റും. സോ ഇറ്റ്സ് കണക്റ്റിംഗ്. അത് അപ്പോൾ പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് അവർക്ക് തമ്മിൽ ഇത് ചെയ്ത് പറയുന്ന ടൈമിനുള്ളിൽ അത് ഷെഡ്യൂൾ ചെയ്ത് അത് തീർക്കാൻ പറ്റും. അതാണ് നെറ്റ്വർക്ക് അനാലിസിസ് ഏറ്റവും ഇതുണ്ട്. ഇനി ജസ്റ്റ് ബേസ് പറയുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ദ ഫങ്ഷൻസ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ്. പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ്. ദെൻ നെറ്റ്വർക്ക് അനാലിസിസിൽ ഇനി അറിയേണ്ട കുറച്ച് ടേംസ് ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. അതിൽ ഫസ്റ്റ് ടേമാണ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ടാസ്ക് അസോസിയേറ്റഡ് വിത്ത് പ്രൊജക്റ്റ്. ദ ടാസ്ക് അസോസിയേറ്റഡ് വിത്ത് പ്രൊജക്റ്റ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ടാസ്ക് എന്ന് പറയാം. ഇപ്പം ഞാൻ ഇത് ഇതായിട്ട് കാണിച്ചു തരാം. 2 to 3 എന്ന് ഞാൻ കാണിക്കാമെന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റിയാണ്. ഇറ്റ്സ് കൺസിഡർഡ് ആസ് 2 to 3 റെപ്രസെൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റി. ഇതൊരു ആക്ടിവിറ്റീനെയാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ഈ 2 to 3 എന്ന് പറയുന്നത്. അതിൽ 2 എന്ന് പറയുന്നത് ഇറ്റ്സ് സ്റ്റാർട്ട് നോട്ട്. അതായത് ഈ ആരോട് ടെയിൽ എൻഡും ഉണ്ട്, ഹെഡ് എൻഡും ഉണ്ട്. ഹെഡ് എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിംഗിൾ ലൈൻ ആരോയാണ്. ഇതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത് ഇതും, ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ. ടെയിലായിരിക്കും എപ്പോഴും സ്റ്റാർട്ട് നോഡ് റെപ്രസെൻറ്റ് ചെയ്യുക, ഹെഡിലായിരിക്കും എപ്പോഴും എൻഡ് നോഡ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ സ്റ്റാർട്ട് നോഡ് അല്ലെങ്കിൽ ഇനിഷ്യൽ നോഡ് എന്ന് പറയും. ഇതിൽ 2 എന്ന് പറയുന്നത് സ്റ്റാർട്ട് നോഡാണ്. ദെൻ 3 എന്ന് പറയുന്നത് ഫിനിഷ് നോഡ് അല്ലെങ്കിൽ ടെർമിനൽ നോഡ് എന്ന് പറയും. ഫിനിഷ് നോഡ് അല്ലെങ്കിൽ ടെർമിനൽ നോഡ്, അത് രണ്ടും ക്ലിയർ ആയിട്ടിരിക്കണം. ഇനി സ്റ്റാർട്ട് ആൻഡ് ടെർമിനൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആൻഡ് ടെർമിനൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞല്ലോ സ്റ്റാർട്ട് നോട്ട്. സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ പ്രെഡസസർ. ടെർമിനൽ നോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ സക്സസർ. പ്രെഡസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് മുമ്പ് ആരുമില്ല. അതായത് പ്രെഡസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ ഇപ്പോൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ ആരും ഉണ്ടാവില്ല. അതായത് നോ ഇവൻറ്റ് ബിഫോർ. സക്സസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഫോളോവർ. ഇതിന് ശേഷം ഇനിയൊന്നും ഉണ്ടാവില്ല. അതാണ് സ്റ്റാർട്ട് നോഡും. സ്റ്റാർട്ട് നോഡിന് മുമ്പൊന്നും ഉണ്ടാവില്ല. അതായത് നോ പ്രെഡസസർ. ടെർമിനൽ നോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടും ഒന്നുമില്ല. ദാറ്റ് മീൻസ് നോ സക്സസർ. ഇത്രയും ഇത് മനസ്സിലാക്കിക്കണം. ദെൻ ഇനി അടുത്തൊരു പോയിൻ്റാണ് ഇവൻറ്റ്.
ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആക്ടിവിറ്റിയിലെയും സ്റ്റാർട്ടിനെയും കംപ്ലീഷനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോ ഇതിനെയാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ പറയുകയാണ് ഇവിടെ 2 ഇസ് ആൻ ഇവൻറ്റ്, 3 ഇസ് ആൻ ഇവൻറ്റ്. അതാ 2 ഈസ് എ സ്റ്റാർട്ട് ഇവൻറ്റ് ആൻഡ് 3 ഈസ് എ ടെർമിനൽ ഇവൻറ്റ്. അതായത് 2 ഈസ് എ ടെയിൽ ഇവൻറ്റ് ആൻഡ് 3 ഈസ് എ ഹെഡ് ഇവൻറ്റ് എന്ന് നമുക്ക് പറയാം. അതായത് ഇവൻറ്റിലുള്ളത് ഒന്ന് ടെയിൽ ഇവൻറ്റ്, ദെൻ ഹെഡ് ഇവൻറ്റ്. സ്റ്റാർട്ട് നോഡിനെയാണ് എപ്പോഴും ടെയിൽ ഇവൻ്റ് എന്ന് പറയുന്നത്, എൻഡ് നോഡിനെയാണ് എപ്പോഴും ഹെഡ് ഇവൻ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ് സക്സസർ ഇവൻറ്റും പ്രെഡസസർ ഇവൻറ്റും. ഇപ്പം ഞാനൊരു ഇത് എക്സാമ്പിൾ കാണിക്കാം. 1 2 3 4. ഇതൊരു ആക്ടിവിറ്റിയാണ്, അല്ല ഇതൊരു ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റിയിലെ ഓരോ ഇവൻറ്റ്സാണിത്. സോ ഞാൻ ഇപ്പോൾ പറയുവാണ് ഇതിന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടെയിൽ ഇവൻ്റാണ്, ഇത് ഹെഡ് ഇവൻ്റാണ്, ഇത് ടെയിൽ ഇവൻ്റാണ്, ഇത് ഹെഡ് ഇവൻ്റാണ്, ഇത് ടെയിൽ ഇവൻ്റാണ്, ഹെഡ് ഇവൻറ്റ്. ഇനി സക്സസർ പ്രെഡസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ക്ലിയർ ആക്കി ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് പ്രെഡസർ എന്താണെന്ന് പറയാം. അതായത് ഇപ്പം 2 എടുക്കുകയെന്ന് വെച്ചോ, 1 എടുക്കുകയെന്ന് വെച്ചോ, ഈ 1ന് മുമ്പ് ഒന്നുമില്ല, അതായത് സ്റ്റാർട്ട് നോഡാണ്. അപ്പോൾ അവിടെ പ്രെഡസസർ ഇല്ല, 1ന് മുമ്പൊന്നുമില്ല. ഇവൻറ്റ് 2നെ നോക്കിക്കഴിഞ്ഞാൽ ഇവൻറ്റ് 1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡസസറാണ്. അതായത് ദ ഇവൻറ്റ് ഒക്കർ ബിഫോർ ദ ഇവൻറ്റ്. ഈ ഇവൻറ്റിന് മുമ്പ് ഒക്കർ ചെയ്യുന്ന ഇതിനെയാണ് പ്രെഡസസർ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ എളുപ്പത്തിന് എഴുതാം. ഇവൻറ്റ് 1 ഈസ് ദ ഇമ്മീഡിയറ്റ് തൊട്ട് മുമ്പുള്ള പ്രെഡസസർ ഓഫ് ഇവൻറ്റ് 2. ഇവൻറ്റ് 2ൻ്റെ തൊട്ട് മുമ്പിലുള്ള ഇതാണ് ഇത് ഇവൻറ്റ് ഒക്കർ ബിഫോർ. അതാണ് ഇത്. അതായത് ഇവൻറ്റ് 1 എന്ന് പറയുന്നത് ഇവൻറ്റ് 2ൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡസസറാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കോ, ഇവൻറ്റ് 2 എന്ന് പറയുന്നത് ഇവൻറ്റ് 3യുടെ ഇമ്മീഡിയറ്റ് പ്രെഡസസറാണ്. ഇവൻറ്റ് 3 എന്ന് പറയുന്നത് ഇവൻറ്റ് 4ൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡസസറാണ്. ക്ലിയർ ആയോ? അപ്പോൾ ആ സക്സസർ എന്ന് പറഞ്ഞാൽ എന്നാണ്? സക്സസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോയിങ്, ഇത് ഒക്കർ ബിഫോർ. അതായത് സക്സസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം, അതായത് 1 കഴിഞ്ഞിട്ടാണ് 2. സോ എന്തായിരിക്കും? ഇവൻറ്റ് 2 എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് സക്സസർ ഓഫ് ഇവൻറ്റ് 1. ദാറ്റ് മീൻസ് മനസ്സിലാക്കണം, ഇവൻറ്റ് 2 ഈസ് ദ ഇമ്മീഡിയറ്റ് സക്സസർ ഓഫ് ഇവൻറ്റ് 1. അതുപോലെ തന്നെ ഇവൻറ്റ് 3 ഈസ് ദ ഇമ്മീഡിയറ്റ് സക്സസർ ഓഫ് ഇവൻറ്റ് 2. ഇവൻറ്റ് 4 ഈസ് ദ ഇമ്മീഡിയറ്റ് സക്സസർ ഓഫ് ഇവൻറ്റ് 3. പിന്നെ ഇങ്ങോട്ടൊന്നുമില്ല. ദാറ്റ് മീൻസ് ഇത് എൻഡ് നോഡാണ്. ക്ലിയർ ആയല്ലോ? സക്സസർ ഇവൻറ്റ് എന്താണെന്നും ക്ലിയർ ആയി, പ്രെഡസർ ഇവൻറ്റ് എന്താണെന്നും ക്ലിയർ. പ്രെഡസർ ഇവൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇവൻറ്റ് ഒക്കർ ബിഫോർ ദ ഇവൻറ്റ്. അതായത് ഇപ്പോൾ 1 2 3 ആണെങ്കിൽ 2ന് മുമ്പുള്ളതാണ് പ്രെഡസസർ, 2ന് ശേഷമുള്ള 3നെ സക്സസർ. മനസ്സിലായോ? ഇപ്പോൾ ഇവൻറ്റ് 2 ഞാൻ എടുക്കുകയാണെങ്കിൽ, ഇവൻറ്റ് 2നെ മാത്രം ഞാൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എനിക്ക് പറയാം ഇവൻറ്റ് 1 ഈസ് ദ ഇമ്മീഡിയറ്റ് സക്സസർ ഓഫ് ഇവൻറ്റ് 2 ആൻഡ് ഇവൻറ്റ് 3 ഈസ് ദ ഇമ്മീഡിയറ്റ് സക്സസർ ഓഫ് ഇവൻറ്റ് 2. മനസ്സിലായോ? അങ്ങനെയാണ് അത് പറയേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി എനിക്ക് ഇത് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. ഞാൻ പ്രോബ്ലം ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറയാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഡയഗ്രമാണ്. അതായത് യു നീഡ് ടു കൺസ്ട്രക്ട് എ നെറ്റ്വർക്ക് ഡയഗ്രാം ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇതിലിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. അപ്പം നിങ്ങൾക്കൊരു പ്രോബ്ലത്തിനകത്ത് ഐദർ ആക്ടിവിറ്റി തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടൈം ഡ്യൂറേഷൻ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആക്ടിവിറ്റിയും പ്രിസൈഡിങ് ആക്ടിവിറ്റീസും തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ കുറച്ച് ടൈംസ്, അത് പിന്നീടുള്ളത് പറയാം. ഇപ്പോൾ എല്ലാം കൂടി ഞാൻ പറയില്ല. ഇപ്പം ഞാൻ ആദ്യം ഒരു ആക്ടിവിറ്റി കാണിക്കാം. അതിൻ്റെ ടൈം ഡ്യൂറേഷനും തരുക. ഞാനിപ്പോൾ ആക്ടിവിറ്റി എഴുതാം. 1 to 2, 1 to 3, 1 to 4, 2 to 5, 3 to 5, 4 to 6,
5 to 6, അതിൻ്റെ കറസ്പോണ്ടിങ് 2 4 3 1 6 5 7. ഇതാണ് ഒരു ആക്ടിവിറ്റിയുടെ ഇതെന്ന് വെച്ചോ. ഒരു ആക്ടിവിറ്റി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് നോക്കാം. 1ൽ നിന്ന് 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അതായത് 1ൽ നിന്ന് തന്നെയാണ് ഈ 3 എൻഡ് നോട്ട്സും ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് നോഡാണ്. 1ൽ നിന്ന് ഈ 3 എൻഡ് നോട്ട്സ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ ആദ്യം ഞാൻ 1നെ വരച്ചു കണ്ടോ. 1ൽ നിന്ന് എനിക്ക് 3 എണ്ണവും ഉണ്ട്. നെറ്റ്വർക്ക് ഡയഗ്രാം എപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേട്ടോ വരയ്ക്കാൻ, അല്ലെങ്കിൽ എന്തോ നെറ്റ്വർക്ക് ഡയഗ്രാമാണ് ആദ്യത്തെ പ്രോസസ്സ്. സോ 3 ഞാൻ വരച്ചു. 3 നോട്ട്സ്. അതിൽ ഞാൻ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും നോക്കണം. എനിക്ക് 2ൽ നിന്ന് 5 പോകണം, 3ൽ നിന്ന് 5ലേക്ക് പോകണം. കണ്ടോ, മനസ്സിലായോ? 2ൽ നിന്ന് 5ലേക്ക് പോകണം, 3ൽ നിന്ന് 5ലേക്ക് പോകണം. അപ്പോൾ 2 ഇവിടെ 3 വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിന് നടുക്കുള്ള നോഡ് പ്രശ്നവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. പിന്നെ നോക്ക്, 4ൽ നിന്ന് 6, 5ൽ നിന്ന് 6. അപ്പം ഞാനിവിടെ 2 എഴുതി, 3 എഴുതി, 4 എഴുതി. മനസ്സിലായോ? 1ൽ നിന്ന് 2ലേക്ക് പോയി, 3ലേക്ക് പോയി, 4ലേക്ക് പോയി. അതിൻ്റെ ടൈം ഡ്യൂറേഷനെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാം. 2 4 3 കറസ്പോണ്ടിങ് ആയിട്ട് എഴുതണം. അതായത് 1 to 2 2 ടൈമാണ്, 1 to 3 4 ടൈം, 1 to 4 3 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി എനിക്ക് അടുത്ത സ്റ്റാർട്ടിംഗ് നോഡ് എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ഞാൻ 2ൽ നിന്ന് പോയി, ദെൻ 3ൽ നിന്നും പോകണം. അപ്പം ഇവിടെ ഞാൻ 3ൽ നിന്നും വരണം 5ലേക്ക്. മനസ്സിലായോ? അപ്പം ഞാൻ ഇവിടെ ഒരു നോഡ് ഉണ്ടാക്കി. 2ൽ നിന്ന് 5ലേക്കും പോയി, 3ൽ നിന്നും 5ലേക്ക് ചെന്നു. അപ്പോൾ 2ൽ നിന്ന് പോകുമ്പോൾ ഇത് 1, ഇത് 6. ഇനി 5ൽ നിന്നും 6ലേക്ക് എത്തണം, 4ൽ നിന്നും 6ലേക്ക് എത്തണം. സോ 6 ഞാനിവിടെ കോമൺ ആക്കിയിട്ട് 5ൽ നിന്നും 6ലേക്ക് എത്തി, 4ൽ നിന്നും 6ലേക്ക് എത്തി. സോ ഇത് 5 ആൻഡ് ഇത് 7. കണ്ടോ? ഇതാണ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഇത് തന്നിരിക്കുന്ന നോക്ക്, 1 to 2, 1 to 3, 1 to 4, 3 to 5, 3 to 5, 4 to 6, 5 to 6. അതിൻ്റെ ടൈം ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്. സോ ഞാൻ ആദ്യം സ്റ്റാർട്ടിംഗ് നോഡ് വരച്ചു 1ൽ നിന്ന് ഞാൻ 2ലേക്ക് പോയി, അതിൻ്റെ ടൈം പീരീഡ് 2. 1ൽ നിന്ന് ഞാൻ 3ലേക്ക് പോയി. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ 4 എഴുതിയെന്ന് വെച്ചോ, ഇനി ഒരു ലൈനിൻ്റെ നിങ്ങൾക്ക് ക്രോസ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടിപ്പോകാൻ പാടില്ല. ഇത് തെറ്റാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ക്രോസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു നോഡ് കൊടുക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കണ്ടോ? ഇതാണ് കറക്റ്റ്. ഇത് തെറ്റാട്ടോ. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ നോക്കിയാൽ നിങ്ങളുടെ ആക്ടിവിറ്റീനെ ഞാൻ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? 1 to 2, 1 to 3, 1 to 4, 2 to 5, 3 to 5, then 5 to 6 and 4 to 6. കണ്ടോ? മനസ്സിലായോ? ഇങ്ങനെ ഒരിത് കൊടുക്കാം, ഒരു ഡയഗ്രാം കൊടുക്കാം. ഇനി ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം കൂടി വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. സിമ്പിളായിട്ട് തന്നെ ഒരെണ്ണം കൂടി ഞാൻ വരച്ച് കാണിച്ചു തരാം. നല്ല സിമ്പിളൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, അതാണ് ഉദ്ദേശിച്ചത്. ഒരെണ്ണം ഞാൻ വരയ്ക്കാവേ, 8 മിനിറ്റ്. ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഒരെണ്ണം സിമ്പിൾ വേണ്ട. ഇനി മിസ് എല്ലാം സിമ്പിൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് എല്ലാം പാടുള്ളത് തന്നു എന്ന് പറയേണ്ട. ഞാൻ വലുത് തന്നെ വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണ്. സോ ഞാൻ ആക്ടിവിറ്റി ഇത് ടൈമും എടുക്കുക കേട്ടോ. 1 to 2, 1 to 3, 2 to 4, 3 to 4, 3 to 5, 4 to 9, 5 to 6, 5 to 7, 6 to 8, 7 to 8, 8 to 10 and 9 to 10. Time period 4 1 1 1 6 5 4 8 1 2 5 7. സോ ഇതാണ് എൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം. ഞാൻ വരയ്ക്കാൻ പോവാണ്. എൻ്റെ സ്റ്റാർട്ടിംഗ് നോഡ് നോക്കിക്കോ. 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വാല്യൂസ് ഉണ്ടല്ലോ. എൻ്റെ സ്റ്റാർട്ടിംഗ് നോഡ് 1ൽ നിന്നാണ് തുടങ്ങേണ്ടത്. സോ ഞാൻ 1ൽ നിന്ന് തുടങ്ങാൻ പോവാണ്. ആദ്യം ഞാൻ 1നെ വരച്ചു. 1ൽ നിന്ന് നോക്കിക്കോ. 1ൽ നിന്ന് എനിക്ക് 2ലേക്കും പോകണം, 1ൽ നിന്ന് എനിക്ക് 3ലേക്കും പോകണം. സോ 1ൽ നിന്ന്
2 നോഡിലേക്കും എനിക്ക് പോകണം. ക്ലിയർ ആയല്ലോ? 1-ൽ നിന്ന് എനിക്ക് 2-ലേക്ക് പോകണം, 3-ലേക്കും പോകണം. ഓക്കെ. ദെൻ 2-ൽ നിന്ന് 4-ലേക്കും 3-ൽ നിന്നും 4-ലേക്കും വരണം. 3-ൽ നിന്ന് 5-ഉം വരണം. അപ്പോൾ അതനുസരിച്ച് വേണം പോവാൻ. അപ്പോൾ ഞാൻ 1-ൽ നിന്ന് ഇവിടെ 2-ഉം കൊടുത്തു, ഇവിടെ 3-യും കൊടുത്തു. ഇനി 2-ൽ നിന്നും 4 വരണം. സോ ഇവിടെ 4-നെ ഞാൻ ഇതാക്കി. 2-ൽ നിന്നും 4 വന്നു, 3-ൽ നിന്നും 4 വന്നു. സോറി, അതിൻ്റെ വാല്യൂസ് എഴുതിയില്ല. 4 1 2 2 3 1 1. മനസ്സിലായോ? 1-ൽ നിന്ന് 2-ലേക്കും 1-ൽ നിന്ന് 3-ലേക്കും 2-ൽ നിന്ന് 4-ലേക്കും ദെൻ 3-ൽ നിന്നും 4-ലേക്കും പോയി. ക്ലിയർ ആയല്ലോ? ദെൻ 3-ൽ നിന്ന് 5 വരണം. സോ ഞാൻ 5-ലേക്ക് വേറെ നോഡൊന്നും വരണ്ട. സോ 5. 3-ൽ നിന്ന് 5 വന്നു. ഓക്കെ. ദെൻ പിന്നെ വന്നേതാ? അപ്പോൾ ഇവിടം വരെ ഞാൻ വന്നു. 3-ൽ നിന്ന് 5 വരെ വന്നു. ഇനി 4-ൽ നിന്ന് 9-ലേക്ക് പോകണം. 4-ൽ നിന്ന് 9-ലേക്ക് പോകണം. 9-ന് വേറെ ഒന്നും വേണ്ട. അപ്പം 4-ൽ നിന്ന് 9-ലേക്ക് പോകുമ്പം ഓർക്കുക, അതിൻ്റെ ഇടയിൽ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അത് പോകാൻ. സോ ഞാനിപ്പോൾ തൽക്കാലം ഇച്ചിരി ദൂരെ കൊണ്ട് ഒരു 9-നെ ഞാൻ വരയ്ക്കുകയാണ്. കാരണം 9-ൽ നിന്ന് ലാസ്റ്റത്തെ നോഡ് 10 ഉള്ളൂ. ഓക്കെ. 4-ൽ നിന്ന് 9-ലേക്ക് പോയി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തേതാ? 4 to 9 കഴിഞ്ഞാൽ 5 to 6. സോ 5-ൽ നിന്ന് 6-ലേക്ക് പോകണം. 5-ൽ നിന്ന് 7-ലേക്കും പോകണം. ക്ലിയർ ആയല്ലോ? സോ 5-ൽ നിന്ന് 2 നോഡ്. 5-ൽ നിന്ന് 6-ലേക്കും 5-ൽ നിന്ന് 7-ലേക്കും പോകണം. 5. അപ്പോൾ നോക്കിക്കേ, 6-ൽ നിന്ന് 8-ലേക്കും വരണം, 7-ൽ നിന്നും 8-ലേക്ക് വരണം. അപ്പോൾ അത് രണ്ടിനുള്ള ഇത് വേണം. സോ ഞാൻ 6ഉം 7ഉം കൊടുത്തു. 6-ലേക്ക് 4ഉം 5 to 7-ലേക്ക് 8ഉം. ദെൻ 6-ൽ നിന്നും 8 വരണം, ഇതിൽ നിന്നും 8 വരണം, 7-ൽ നിന്നും 8 വരണം. സോ 8 കോമൺ. സോ 6-ൽ നിന്നും 8, 7-ൽ നിന്നും 8. 6-ൽ നിന്ന് 8 എന്ന് പറയുമ്പോഴത്തേക്കും 1ഉം 7-ൽ നിന്ന് 8 2. ഇനി 8-ൽ നിന്നും 10-ലേക്ക് പോകണം, 9-ൽ നിന്നും 10-ലേക്ക് പോകണം. സോ 10 കോമൺ. ഇത് 10 5 7. കണ്ടോ? അതായത് 1 to 2, 1 to 3, 2 to 4, 3 to 4, then 4 to 9, 3 to 5, 5 to 6, 5 to 7, 6 to ನನ್ನ ಫೋನ್ ಕ್ಲಿಯರ್ ಆവുന്നില്ലേ? ഓക്കെ. 6 to 8, then 7 to 8, then 8 to 10 and 9 to 10. നിങ്ങളുടെ ആക്ടിവിറ്റി അതുപോലെ തന്നെ ഞാൻ വരച്ചിട്ടില്ലേ? നോക്കിക്കേ, ഇതുണ്ടോ? ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ്, നെറ്റ്വർക്ക് ഡയഗ്രാം ഡ്രോയിങ്. ക്ലിയർ ആയോ? നെറ്റ്വർക്ക് ഡയഗ്രാം ഡ്രോയിങ്. ഇനി ഇതിൻ്റെ വേറൊരു മെത്തേഡിലും ചില സമയത്ത് ചോദിക്കാറുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് പ്രെഡസസർ ആക്ടിവിറ്റീസ് തന്നിട്ട് ചെയ്യാറുണ്ട്. പ്രെഡസസർ ആക്ടിവിറ്റി തന്നിട്ട് ചെയ്യുന്നത് ഇത് നിങ്ങൾ ക്ലിയർ ആക്കുക. എന്നിട്ട് ഞാൻ അടുത്ത ഇതിൽ അത് വരച്ച് കാണിച്ചു തരാം. അല്ലെങ്കിൽ എല്ലാം കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെറ്റ്വർക്ക് ഡയഗ്രാം ഡ്രോ ചെയ്യാൻ വരെ നമ്മളിപ്പോൾ പറഞ്ഞു. എന്നാലേ ഇനി ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയേണ്ടത്. നെറ്റ്വർക്ക് ഡയഗ്രാം ഡ്രോ ചെയ്യുന്നത് വരെ നമ്മളിപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത്രയും പഠിച്ചു വയ്ക്കും.